മൂന്നാറിലും തിരുവനന്തപുരത്തും KSRTC ആരംഭിച്ച സൈറ്റ് സീയിങ് ഡബിൾ ഡക്കർ ബസ് ഇപ്പോൾ കൊച്ചിയിലും ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചി സിറ്റി റൈഡ് എന്ന് പേരിട്ടിരിക്കുന്ന ആ ബസ് ട്രിപ്പിൽ യാത്ര ചെയ്യാനായി എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. സിറ്റി റൈഡ് ഡബിൾ ഡക്കർ ബസ് യാത്രയ്ക്ക് തയ്യാറായി നേരത്തെ തന്നെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അശോക് ലെയ്ലാൻഡിന്റെ ടൈറ്റൻ എന്ന മോഡലാണ് ഈ ഡബിൾ ഡക്കർ ബസ്. ഇതൊരു ഫ്രണ്ട് എഞ്ചിൻ ബസ്സാണ്. 1927 മുതൽ 1942 വരെയുള്ള കാലഘട്ടത്തിൽ UK നിർമ്മിക്കപ്പെട്ട ലെയ്ലാൻഡ് ടൈറ്റൻ എന്ന ഈ ബസ് പിന്നീട് 1945 മുതൽ 1969 വരെ ഇന്ത്യയിൽ അശോക് മോട്ടോഴ്സുമായി ചേർന്ന് നിർമ്മാണം നടത്തിയതോടെയാണ് ഇത് അശോക് ലെയ്ലാൻഡ് ടൈറ്റൻ ആയി മാറിയത്. H സീരീസിൽപ്പെടുന്ന 6 സിലിണ്ടർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് ഈ ബസ്സിലുള്ളത്. ഈ എഞ്ചിൻ 132 PS പവറും 420 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ഈ ബസിന്റെ മാക്സിമം സ്പീഡ് 75 km/h ആണ്. 1942 ഹൈദരാബാദ് ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട ആൽവിൻ ലിമിറ്റഡ് കമ്പനിയാണ് ഈ ബസിന്റെ ബോഡി നിർമ്മിച്ചത്. ഇന്ന് ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ KSRTCയുടെ മേസ്തിരിമാർ ചെയ്തിട്ടുണ്ടെങ്കിലും അടിസ്ഥാന നിർമ്മാണം ആൽവിൻ്റെതാണ്. എല്ലാ ഡബിൾ ഡക്കർ ബസ് യാത്രയിലെയും പോലെ അപ്പർ ഡക്കിൽ തന്നെയാണ് ഇത്തവണയും യാത്ര. വൈകിട്ട് കൃത്യം 5 മണിയോടെ തന്നെ ബസ് യാത്ര ആരംഭിച്ചു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് യാത്രക്കാർ വളരെ കുറവാണ്. മറ്റ് സൈറ്റ് സീയിങ് സർവീസുകളെ പോലെ ഈ ബസ്സിലും മ്യൂസിക് സിസ്റ്റവും പാട്ടുമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടെ ബസ് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് ബസ്സിന്റെ കണ്ടക്ടർ മൈക്കിലൂടെ വിവരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. തിരക്ക് പിടിച്ച എറണാകുളം ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി പേരാണ് ബസ്സിലേക്ക് കൗതുകത്തോടെ നോക്കുകയും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയും ചെയ്യുന്നത്. തോപ്പുംപടിയിലുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവന്യൂ വാക്ക്വേയിലേക്കാണ് ഈ ബസ് ആദ്യം പോകുന്നത്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 1972 നിർമ്മിച്ച റാണി പത്മിനി കപ്പൽ മുതൽ ഇന്നത്തെ INS വിക്രാന്ത് വരെ 35ഓളം കപ്പലുകളാണ് ഈ ഷിപ്പ്യാർഡ് നിർമ്മിച്ചിട്ടുള്ളത്. ബസ് പുതിയ വെണ്ടുരുത്തി പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഷിപ്പ്യാർഡിന്റെ കൂടുതൽ ദൃശ്യങ്ങളും അവിടെയുള്ള കപ്പലുകളും കാണാം. വെണ്ടുരുത്തി വിക്രാന്ത് ബ്രിഡ്ജ് എന്നാണ് ഈ പാലം ഇപ്പോൾ അറിയപ്പെടുന്നത്. പഴയ കൊച്ചി റെയിൽവേ പാലവും സമാന്തരമായി കാണാം. ഷിപ്പ്യാർഡിന്റെ മറുതീരത്ത് നേവിയുടെ പടക്കപ്പലുകൾ കിടക്കുന്നുണ്ട്. പാലം കടന്നെത്തുന്നത് കൊച്ചി നേവൽ ബേസിലേക്കാണ്. INS ഗരുഡ എന്ന ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതായിരുന്നു പഴയ കൊച്ചി എയർപോർട്ട്. ഇപ്പോൾ കാണുന്നത് പഴയ കൊച്ചി ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ ലൈനാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കുമുള്ള ട്രെയിനുകൾ കടന്നുപോയിരുന്ന ഈ ലൈനിലൂടെ ഇപ്പോൾ യാത്രാ ട്രെയിനുകളുടെ സർവീസ് പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ബസ് COPT അവന്യൂ വാക്ക്വേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബസ് തിരിച്ച് അവന്യൂവിൽ ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തും. ഇവിടെ ഇറങ്ങി ടീ കുടിക്കുകയോ വാക്ക്വേയിലെ കാഴ്ചകൾ ആസ്വദിക്കുകയോ ബസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയോ ചെയ്യാം. 10 മിനിറ്റോളം സമയമുണ്ട്. ഇതുപോലെ ഒരു സ്റ്റോപ്പെങ്കിലും തിരുവനന്തപുരത്ത് സർവീസ് നടത്തുന്ന ഡബിൾ ഡക്കർ ബസ്സിന് വേണ്ടതാണ്. ബ്രേക്കിന് ശേഷം ബസ് പുറപ്പെട്ടു. മൂന്നാറിലെയും തിരുവനന്തപുരത്തെയും ബസ്സുകൾ വെച്ച് നോക്കിയാൽ യാത്രാസുഖം വളരെ കുറവാണ് ഈ ബസ്സിന്. പഴയ ബസ്സായതുകൊണ്ടാവാം കുടുക്കവും ബോഡി റോളും വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ രസകരമായ കാര്യമായതുകൊണ്ട് തൽക്കാലം നമുക്ക് ക്ഷമിക്കാം.
റോഡ് സൈഡിലുള്ള മരക്കൊമ്പുകളും പോസ്റ്റുകളിൽ നിന്നുള്ള കേബിളുകളും തലയിൽ തട്ടാതെ നോക്കണമെന്നുള്ളതാണ് അപ്പർ ഡെക്ക് യാത്രയുടെ ഒരു റിസ്ക് ഫാക്ടർ. ഈ പ്രശ്നം കൂടുതലായതുകൊണ്ടാണ് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാത്തത് എന്നാണ് ബസിൻ്റെ സ്റ്റാഫ്സ് പറയുന്നത്. വൈകുന്നേരങ്ങളിൽ എറണാകുളത്തിൻ്റെ സ്ഥിരം കാഴ്ചയായ ട്രാഫിക് ബ്ലോക്കുകൾ കണ്ടുകൊണ്ട് മറൈൻ ഡ്രൈവ് വഴി വല്ലാർപാടത്തേക്കാണ് ഇനി യാത്ര. ബോട്ട് ജെട്ടിയും മറൈൻ ഡ്രൈവും ഹൈക്കോർട്ട് ജംഗ്ഷനും കടന്ന് ബസ് മുന്നോട്ട് പോകുമ്പോൾ പ്രസ്റ്റീജ് നെപ്റ്റ്യൂൺസ് കോർട്ട്യാർഡ് എന്ന പടുകൂറ്റൻ ലക്ഷറി ഫ്ലാറ്റ് സമുച്ചയം ദൂരെ നിന്ന് തന്നെ കാണാം. ഈ ഫ്ലാറ്റിനോട് ചേർന്നാണ് വല്ലാർപാടത്തേക്കുള്ള ഗോശ്രീ പാലം. ഗോശ്രീ ജംഗ്ഷനിലാണ് ഈ വമ്പൻ കെട്ടിടം നിൽക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ റൗണ്ട് എബൌട്ടിലായി പേൾ ഓഫ് കൊച്ചി എന്ന ശില്പം കാണാം. ഗോശ്രീ പാലത്തിലൂടെയാണ് ഇനിയുള്ള യാത്ര. എറണാകുളം നഗരത്തെ ബോൾഗാട്ടി, വല്ലാർപാടം, വൈപ്പിൻ എന്നീ ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന 3 പാലങ്ങളുടെ ഒരു സെറ്റിനെയാണ് ഗോശ്രീ പാലം എന്ന് പറയുന്നത്. ദൂരെയായി ബോൾഗാട്ടിയിലെ ലുലു കൺവെൻഷൻ സെന്റർ കാണാം. ഈ പാലം കടന്നാൽ വല്ലാർപാടം റെയിൽവേ സ്റ്റേഷൻ കാണാം. വല്ലാർപാടം എത്തിയാൽ കണ്ടെയ്നർ ലോറികളുടെ ചാകരയാണ്. വല്ലാർപാടത്ത് പ്രവർത്തിക്കുന്ന കൊച്ചി ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്. തുടർന്ന് വൈപ്പിനിലെത്തി വൈപ്പിൻ മാർക്കറ്റ് കണ്ട് ഗോശ്രീ റൗണ്ട് ചുറ്റി ബസ് എറണാകുളത്തേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ലോവർ ഡെക്കിൽ 150 രൂപയും അപ്പർ ഡെക്കിൽ 300 രൂപയുമാണ് കൊച്ചി സിറ്റി റൈഡിൻ്റെ ടിക്കറ്റ് നിരക്ക്. സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് നേരിട്ടോ KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റ് വഴിയോ ടിക്കറ്റുകൾ എടുക്കാം. ഓപ്പൺ റൂഫ് ആയതുകൊണ്ട് മുകളിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പിന്നിലെ സീറ്റുകൾ എടുക്കുന്നതാണ് കാഴ്ച കാണാൻ ഏറ്റവും ബെസ്റ്റ്. കൊച്ചി സിറ്റി റൈഡിൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. മറ്റൊരു യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.